Hi friends, welcome back to Bosco Campus Vision. Today we are discussing the topic Relational Data Model in Database Management System. Relational Data Model. നമ്മൾ പല സെക്ഷനിലും റിലേഷണൽ ഡേറ്റ മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി റിലേഷണൽ ഡേറ്റ മോഡൽ നോക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ഈ DBMSൽ നമ്മുടെ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ റിലേഷണൽ ഡേറ്റ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ്. അതായത് റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ ടേബിളർ ഫോമിലുള്ള ടേബിൾ ഡേറ്റയാണ് നമ്മൾ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിലേഷണൽ ഡേറ്റ മോഡലിനെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാൻ പോവുകയാണ്. The relational data model is based on the concept of a relation. So ഈ റിലേഷണൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത് റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇൻ റിലേഷണൽ മോഡൽ ടെർമിനോളജി 3 things are listed. First one is table is called relation. Second one is a column header is called an attribute. And third one is a row is called a tuple. നമ്മൾ റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കാണുമ്പോൾ തന്നെ ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. രണ്ടാമത് ഈ ടേബിളിൻ്റെ കോളം ഹെഡറിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് കോളത്തിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ കോളത്തിലും ബിലോങ് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നത്, റോ വാല്യൂസ്. സോ റിലേഷൻ, ആട്രിബ്യൂട്ട്, ടപ്പിൾസ്. റിലേഷൻ കൺസിസ്റ്റ് ഓഫ് ടേബിൾ, attribute consists of the column header or properties of the table, and tuple belongs to the row values. This model based on first order predicate logic and defines a table as an n-array relationship. അതായത് n number of datas നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. So that's why we called it as n-array relation. Informally, a relation look like a table of values. So a relation typically contains facts that correspond to a real world entities or relationship. Each column has a column heads that give an indication of data items in that column. എപ്പോഴും ഒരു റിലേഷൻ ടേബിൾ രൂപത്തിലായിരിക്കും ഇരിക്കുക നമ്മൾ പറഞ്ഞു. സോ ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന കാറ്റഗറിയിലുള്ള ഡേറ്റാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഓരോ ടേബിളിലും ഓരോ കോളത്തിനും എന്തുണ്ടായിരിക്കും, കോളം ഹെഡ്സ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും ആ കോളത്തിലെ ഡേറ്റ ഐറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കോളം ഹെഡ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആട്രിബ്യൂട്ട്സ്. For example, here we have a relation student. So we express the relation name as student. ഡേറ്റാബേസിൻ്റെ പേരിനെ അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ റിലേഷൻ്റെ പേരിനെയാണ് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇൻ ദ സ്റ്റുഡൻറ്റ് റിലേഷൻ we have name, social security number, address, phone number, age and GPA. These are the column heads or attributes, and each column has particular values, and these are considered as tuples. The data type describing the types of values that can appear in each column is represented by a domain of possible values. ഈ ടേബിളിൽ ഓരോ കോളത്തിലെയും ഉള്ള ഡേറ്റാസ്, ആ വാല്യൂസിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന സെറ്റ് ഓഫ് അല്ലെങ്കിൽ ആ വാല്യൂസിൻ്റെ ഒരു റേഞ്ചിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. സോ അതിൽ ഉൾക്കൊള്ളാവുന്ന ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് അതിൽ ഉൾക്കൊള്ളാവുന്നത് അതിനെ നമുക്ക് ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ആൻഡ് കീ ഓഫ് റിലേഷൻ കൺസിസ്റ്റ് ഓഫ് ദർ ഇസ് എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ഈച്ച് റോ
ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. That is, each row has a value of data that uniquely identifies that row in the table is called key. സോ ഓരോ റോയിലും ആ വാല്യൂവിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട എക്സാമ്പിളിൽ SSN എന്ന് പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതായത് നമ്മുടെ ആധാർ നമ്പർ, വോട്ടേഴ്സ് ID നമ്പറൊക്കെ പോലെ തുല്യമായിട്ടുള്ളൊരു നമ്പറാണ്. ഇതാണ് ഇവിടുത്തെ കീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് യുണീക്ക് വാല്യൂ ആയിരിക്കും. ഇതുപോലത്തെ വാല്യൂ വേറൊരാൾക്കും ഉണ്ടാകത്തില്ല. Sometimes row IDs or sequential numbers are assigned as key to identify the row in a table is called artificial key or surrogate key. അതായത് മിക്കപ്പോഴും നമുക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷനായിട്ടൊരു വാല്യൂ കാണും, അതിനെ നമുക്കിട്ട് കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ചില സിറ്റുവേഷനിൽ ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂസ് മിക്ക ടേബിളിൽ ഉണ്ടാവാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സീരിയൽ നമ്പർ, ഒരു റോ വൈസ് നമ്മൾ നമ്പർ ചെയ്യും, റോ IDs, അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടൊരു നമ്പറിങ് ഡിഫോൾട്ടായിട്ട് കാണിക്കും 1 to n. ആ നമ്പറിനെ നമ്മൾ കീ ആയിട്ടങ്ങ് കൺസിഡർ ചെയ്യും, ആ റോയുടെ കീ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന കീയെയാണ് ആർട്ടിഫിഷ്യൽ കീ അല്ലെങ്കിൽ സറഗേറ്റ് കീ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇൻ എ റിലേഷൻ, സ്റ്റേറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ഡൊമെയിൻ ഓഫ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. സോ ഒരു റിലേഷനിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഡൊമൈനിൽ ഉൾക്കൊള്ളാവുന്ന ആട്രിബ്യൂട്ടുകളുടെ എല്ലാം ഒരു സബ്സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം റിലേഷൻ സ്റ്റേറ്റിന്. ആൻഡ് ഈച്ച് ഡൊമൈൻ കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ആട്രിബ്യൂട്ട് ക്യാൻ ടേക്ക്. ഓരോ ഡൊമൈനിലും ആ ആട്രിബ്യൂട്ടിന് ഉൾക്കൊള്ളാവുന്ന സെറ്റ് ഓഫ് വാല്യൂസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളാവുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ആൽഫബറ്റിക് വാല്യൂസ്, അതായത് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഡൊമൈൻ ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. മെയിൻ ഹൈലൈറ്റ്സ് ഓഫ് റിലേഷണൽ മോഡൽ. In relational model, data is stored in tables called relations. ഈ റിലേഷനിൽ നമ്മൾ ഡേറ്റാസ് ടേബിൾ ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് റിലേഷൻസ് ക്യാൻ ബി നോർമലൈസ്ഡ്. സോ നമുക്ക് അൺനോർമലൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെങ്കിൽ എപ്പോഴും റിലേഷന് നോർമലൈസ്ഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് third one is, in normalized relation, values saved are atomic values. എപ്പോഴും നോർമലൈസ്ഡ് ഫോമിലുള്ള റിലേഷനിൽ അറ്റോമിക് വാല്യൂസ്, അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ നോർമലൈസ്ഡ് അൺനോർമലൈസ്ഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റോയിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതായത് വാല്യൂസ് അറ്റോമിക് ആയിരിക്കണം. അങ്ങനെ ഏതെങ്കിലും റോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിന് നോർമലൈസ്ഡ് ഫോമിലല്ല, അത് അൺനോർമലൈസ്ഡ് ഫോമിലാണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ വരുമ്പോൾ അറ്റോമിക് വാല്യൂസ് ആയിട്ടായിരിക്കും അവിടെ ഡേറ്റാസ് കാണുന്നത്. ഇനി ഓരോ റോയിലെയും റിലേഷൻസിൽ യുണീക്ക് വാല്യൂ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതായത് ഒരു റോയിൽ ഏതെങ്കിലും ഒരു വാല്യൂ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഈച്ച് കോളം ഇൻ എ റിലേഷൻ കണ്ടെയ്ൻസ് വാല്യൂസ് ഫ്രം സെയിം ഡൊമൈൻ. അതായത് നെയിം എന്ന് പറഞ്ഞ ഒരു കോളം ഹെഡ് ആട്രിബ്യൂട്ട് എടുത്തിട്ട് അതിൽ നെയിം ഡൊമൈനിൽ നിന്ന് മാറി ഏജ് കാറ്റഗറിയിലുള്ള വാല്യൂസ് ഒരിക്കലും വരാൻ പാടില്ല. ഒരു കോളം ഹെഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന വാല്യൂസ് എല്ലാവരും സിമിലർ ഡൊമൈനിൽ ഉള്ളതായിരിക്കണം. സോ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ റിലേഷണൽ മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ
കീപ്പ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഡേറ്റാസ് ടേബിൾ ഫോമിലായിരിക്കും, റിലേഷൻസ് നോർമലൈസ്ഡ് ഫോമിലായിരിക്കണം. നോർമലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂസ് അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് എപ്പോഴും ഒരു റോയിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കോളത്തിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ഡൊമൈൻ കീപ്പ് ചെയ്യുന്നതായിരിക്കണം. Assignment question: explain in detail relational data model. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിലേഷണൽ ഡേറ്റ മോഡൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ബോസ്കോ ക്യാമ്പസ് വിഷൻ. താങ്ക് യു.